ഹലോ, ഇന്ന് നമുക്ക് ഫിനാസ്റ്ററിഡ് എന്ന മരുന്നിനെ കുറിച്ച് സംസാരിക്കാം. ഫിനാസ്റ്ററിഡ് PCOSന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്, പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത രോമവളർച്ചയ്ക്ക്. എന്താണ് PCOS? PCOS എന്ന അവസ്ഥ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ ഉയർന്ന അളവിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് പലപ്പോഴും നയിക്കുന്നത് അമിതമായ രോമവളർച്ച, മുഖക്കുരു, ക്രമരഹിതമായ മാസമുറ, ഗർഭാധാരണത്തിനുള്ള ബുദ്ധിമുട്ട് എന്നിവയിലേക്കാണ്. ഈ ലക്ഷണങ്ങളുടെ ഒരു പ്രധാന കാരണം 5-ആൽഫ റിഡക്റ്റേസ് എന്ന എൻസൈം സജീവ പുരുഷ ഹോർമോണായ DHT പോലുള്ള ഹോർമോണിനെ വർദ്ധിപ്പിക്കുന്നത് മൂലമാണ്. PCOSനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ മറ്റുള്ള കോമിക് വീഡിയോസുകൾ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഫിനാസ്റ്ററിഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നോക്കാം. ഫിനാസ്റ്ററിഡ് 5-ആൽഫ റിഡക്റ്റേസ് എൻസൈമിനെ തടയുകയും കൂടാതെ DHTയുടെ പ്രവർത്തനത്തെ കുറിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലെ ആവശ്യമില്ലാത്ത രോമവളർച്ചയെ കുറയ്ക്കുകയും കൂടാതെ തലയോട്ടിയിലെ മുടി കൊഴിച്ചിലിനെ തടയുകയും മന്ദഗതിയിൽ ആക്കുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഡോക്ടേഴ്സ് ജനന നിയന്ത്രണ മരുന്നുകൾ ഫലപ്രദമായില്ലെങ്കിൽ ഫിനാസ്റ്ററിഡ് ചികിത്സയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കാറുണ്ട്. അതിൻ്റെ അളവ് ദിവസേന 2.5 മുതൽ 5 mg വരെയാണ്. ഇത് ആൻഡ്രോജന്റെ അളവ് കൂടുതലുള്ളവർക്ക് അണ്ഡോൽപാദനം മെച്ചപ്പെടുത്തുവാൻ കൊടുക്കാറുണ്ട്. ഫിനാസ്റ്ററിഡിന്റെ അളവും കൊടുക്കുന്ന വിധവും ലക്ഷണങ്ങളെ ആശ്രയിച്ചാണ് സാധാരണയായി നിർദ്ദേശിക്കുന്നത്. ദിവസേന 2.5 മുതൽ 5 mg വരെയാണ് കൊടുക്കുന്നത്. മരുന്ന് എടുക്കുന്നതിന് മുമ്പും അളവിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പും ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഫിനാസ്റ്ററിഡിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഒട്ടുമിക്ക ആളുകൾക്കും ഫിനാസ്റ്ററിഡിന്റെ ഉപയോഗം വലിയ കുഴപ്പം ഇല്ല. എന്നിരുന്നാലും ചില ആളുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണയുള്ള പാർശ്വഫലങ്ങളിൽ ഒന്നാണ് ലൈംഗികാസക്തി കുറയുന്നത്. വളരെ കുറവായി കാണുന്ന പാർശ്വഫലങ്ങളാണ് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, തലവേദന, തലകറക്കം, വേദന അല്ലെങ്കിൽ നെഞ്ചിൽ നീര്, മുലക്കണ്ണിൽ നിന്നുള്ള സ്രവങ്ങൾ എന്നിവ. വളരെ അസാധാരണയായി കാണുന്ന പാർശ്വഫലമാണ് കരളിലെ നീർക്കെട്ട്. ഫിനാസ്റ്ററിഡ് എടുക്കുമ്പോൾ ഗർഭനിരോധന മാർഗങ്ങൾ വളരെ അത്യാവശ്യമാണ്. കാരണം ഫിനാസ്റ്ററിഡ് ആൺകുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾക്കോ കുടുംബത്തിലോ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കരൾ രോഗമുള്ളവർക്ക് ഫിനാസ്റ്ററിഡ് എടുക്കുമ്പോൾ അത് കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വേണം എടുക്കുവാൻ. ഫിനാസ്റ്ററിഡ് എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുമായിട്ട് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും എടുക്കുന്ന മരുന്നുകളെക്കുറിച്ചും പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫിനാസ്റ്ററിഡിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അത് എങ്ങനെ PCOSന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുവെന്നും ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ഇതൊരു ചികിത്സാ രീതിയാണ്. ഇത് പുരുഷ ഹോർമോണിന്റെ അളവിനെക്കുറിച്ച് അമിതമായ മുടി വളർച്ച കുറയ്ക്കുന്നു. മറ്റുള്ള ചികിത്സയുടെ കൂടെ പ്രവർത്തിച്ച് അണ്ഡോൽപാദനത്തെ മെച്ചപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്.